بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ലിസാനിൻ്റെ വിഷയത്തിൽ വന്ന അർദ്ധവാർഷിക പരീക്ഷയിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത്, നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ അപ്പുറത്തെ കള്ളിയിലുണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് ചോദ്യം. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. ലബീബത്തു വജുമാനത്തു ഡാഷ് ബിൽ ഹബിലി. ലബീബയും ജുമാനയും ബിൽ ഹബിലി കയറ് കൊണ്ട്, അപ്പം അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട് ഒരു പദം. തൽ അബാനി എന്ന് തൊട്ടടുത്ത കള്ളിയിൽ കാണാം. അതാണ് അതിൻ്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. കാരണം രണ്ടും സ്ത്രീകളായതുകൊണ്ട് എൽ അബാനി എന്ന് പറയാൻ പറ്റില്ല, തൽ അബാനി എന്നാണ് പറയേണ്ടത്. അപ്പം അതിൻ്റെ നേരെ അത് എഴുതി കൊടുക്കുക. 2, ഹാമിദുൻ വ ഖാലിദുൻ ഡാഷ് ഫി സഫിൽ ഖാമിസി. ഹാമിദുൻ ഖാലിദും 5ാം ക്ലാസ്സിൽ തൊട്ടപ്പുറത്ത് യദുറുസാനി എന്നുണ്ട്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. കാരണം ഹാമിദും ഖാലിദും ആൺ പുല്ലിംഗമാണ്. അപ്പോൾ തദുറുസാനി എന്ന് പറയാൻ പറ്റില്ല, യദുറുസാനി എന്നാണ് പറയേണ്ടത്. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പുറത്തെ കള്ളിയിലുണ്ട്, നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. മൂന്നാമത്തേത്, അൽ ബനാത്തു പെൺകുട്ടികൾ ഡാഷ് അൽ ഹലീബ പാല്. അപ്പോൾ കുടിച്ചു എന്നുള്ള ആശയമാണ് വരുന്നത്. അപ്പുറത്തെ കള്ളിയിൽ ഷെരിബിന എന്ന് കാണാം. അൽ ബനാത്തു ഷെരിബിനൽ ഹലീബ, പെൺകുട്ടികൾ പാല് കുടിച്ചു. 1-ൽ 4-മത്തേത്, അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ ഡാഷ് അത്തദ്രിബാത്തി പാഠങ്ങൾ. അപ്പം അതിൻ്റെ ഇടയിൽ വിട്ടുപോയത് യക്തുബന എന്നാണ്. അദ്ദാരിസാത്തു യക്തുബന തദ്രിബാത്തി, വിദ്യാർത്ഥിനികൾ തദ്രിബാത്തുകൾ എഴുതുന്നവരാണ്. 5-മത്തേത്, അദ്ദാരിസു വിദ്യാർത്ഥി ഡാഷ് മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് യർജിഉ എന്നാണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. അദ്ദാരിസു വിദ്യാർത്ഥി യർജിഉ മടങ്ങുന്നു, മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന്. 6-മത്തേത്, അസ്സാരിആനി 2 കർഷകർ ഡാഷ് ഇലൽ മസ്റഅത്തി സ്വബാഹൻ ദഹബാ ഇലൽ മസ്റഅത്തി സ്വബാഹൻ. 2 കർഷകർ കൃഷിയിടത്തേക്ക് പ്രഭാതത്തിൽ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ദഹബ എന്നാണ് ചേർക്കേണ്ടത്. 2-മത്തെ പ്രവർത്തനം, നക്തുബുൽ മുളാരിഅ ലിഹാദിഹിൽ അഫ്ആൽ, താഴെ ഉള്ള ഫിഅലുകൾക്ക് മുളാരി ആയിട്ടുള്ള പദങ്ങളെ എഴുതി കൊടുക്കുക എന്നാണ്. 1-മത്തേത് കാന എന്നാണ്. കാനയുടെ മുളാരി എഴുതണം അതിൻ്റെ നേരെ. യകൂനു എന്നുണ്ട്, അതാണ് എഴുതേണ്ടത്, യകൂനു. 2-മത്തേത് സല്ലമ, സല്ലമയുടെ മുളാരി എഴുതണം. യുസല്ലിമു എന്നാണ് അതിൻ്റെ മുളാരി. 3-മത്തേത്
സഅല യസ്അലു. യസ്അലു എന്നാണ് സഅലയുടെ മുളാരി'. നാലാമത്തേത് ഖറജ. ഖറജയുടെ മുളാരി എഴുതണം. യഖ്റുജു എന്നാണ് അതിൻ്റെ മുളാരി'. അത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തേത് ഫതഹ. അതിൻ്റെ മുളാരി' യഫ്തഹു എന്നാണ്. ആറാമത്തേത് അമില. അമിലയുടെ മുളാരി' യഅമലു എന്നാണ്. മൂന്നാമത്തെ പ്രവർത്തനം യുതമ്മിമു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി പൂരിപ്പിക്കുക, പൂർത്തിയാക്കി എഴുതാം എന്നാണ്. ഒന്നാമത്തേത് യഖ്റഇന യശ്ഗൽന ഹുമ ഫഇലാനി മുളാരിആനി ലിൽ ജംഇ അൽ മുഅന്നസിൽ ഗായിബി എന്നാണ് എഴുതേണ്ടത്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതേപോലെ എഴുതിയിട്ടുണ്ട്. അത് എല്ലാവരും അതിലേക്ക് നോക്കി ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് തദ്റുസു തഖ്നുതു ഹുമാ ഫഇലാനി മുളാരിആനി ലിൽ മുഫ്രദി അൽ മുഅന്നസിൽ ഗായിബി എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തേത് ഖാലത്ത് അമ്മത്ത് കാനത്ത് കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ മുഅന്നസി അൽ മുഫ്രദിൽ ഗായിബി എന്നാണ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ ഗായിബായ മുഫ്രദായ, അതായത് ഏകവചനമായ ഒരാൾക്ക് പറയുന്ന, ലിൽ മുഅന്നസി സ്ത്രീകൾക്ക് പറയപ്പെടുന്ന മാദിയായ ഫീലുകളാണ് എന്ത്? ഖാലത്ത് അമ്മത്തി എന്നുള്ള രണ്ട് പദങ്ങൾ. നാലാമത്തേത് യുസല്ലിമൂന യസ്തരീഹൂന യഅമലൂന കുല്ലുഹാ അഫ്ആലുൻ മുളാരിഅത്തുൻ. ഇനി എഴുതേണ്ടത് ലിൽ ജംഇൽ മുദക്കരി എന്നാണ്. അഞ്ചാമത്തേത് ഖറജു കാനു സഅലു കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ. ഇനി എഴുതേണ്ടത് ലിൽ ജംഇൽ മുദക്കരി എന്നാണ്. അടുത്ത പ്രവർത്തനം നുഅർരിബു എന്നാണ്. നമുക്ക് അറബിയാക്കാം. താഴെ കൊടുത്ത ആ വാക്യങ്ങൾക്ക് അറബിയിൽ ആക്കി കൊടുക്കുക. ഒന്നാമത്തേത് ഹാമിദും ഖാലിദും ഖുർആൻ ഓതുന്നവരാണ്. അതിൻ്റെ അറബി ഹാമിദും വ ഖാലിദുൻ യഖ്റആനി അൽ ഖുർആന എന്നാണ് എഴുതേണ്ടത്. 2. നൗഫൽ യൂണിഫോം ധരിക്കും. അതിൻ്റെ അറബി എഴുതണം. യൽബസു നൗഫലുൻ ബിദ്ലതൻ റസ്മിയ എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം മദീനയിൽ ജീവിച്ചു. ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന നമ്മുടെ പാഠഭാഗത്തിൽ ഉള്ളതാണ്. അടുത്ത പ്രവർത്തനം നുതർജിമു പരിഭാഷപ്പെടുത്താം. അർത്ഥം എഴുതുക. യഖലത്തിൽ ഉമ്മു ഖബ്ലൽ ഫജ്രി എന്നതിൻ്റെ അർത്ഥം എഴുതുകയാണ് വേണ്ടത്. പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു എന്നാണ് എഴുതേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ച് എഴുതുക. അല്ലാഹു ഉന്നത വിജയങ്ങൾ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.